തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ആലപ്പുഴ ചേർത്തലയിൽ കോൺഗ്രസിൽ തമ്മിലടി. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി KR രൂപേഷ് പാർട്ടി വിട്ടു. കോൺഗ്രസ് യുവാക്കൾക്ക് പരിഗണന നൽകുന്നില്ലെന്നും ഈഴവരെ തഴയുന്നുവെന്നും ആരോപിച്ചാണ് രൂപേഷ് പാർട്ടി വിട്ടത്. ഒരു കൃത്യമായ മാനദണ്ഡമില്ല. 3, 4, 5 തവണയായവരെ വീണ്ടും സീറ്റ് കൊടുത്ത് അവരെ തന്നെ സ്ഥിരം മുഖങ്ങളെ തന്നെ മത്സരിപ്പിക്കുന്ന അവസ്ഥ. പുതിയ ആളുകൾ കടന്നു വരുവാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല. ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ ആ പ്രത്യേക ഒരു ജാതി വിഭാഗത്തെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലുള്ള ആളുകൾ അവരെയൊക്കെ പിന്നോട്ട് നിർത്തുന്ന ഒരു സമീപനമാണ്. സമരം ചെയ്യുന്നതിനും കേസുകൾ പ്രതിയാവുന്നതിനും മാത്രമായി അത്രക്കാരെ മാറ്റുന്ന ഒരു തരത്തിലുള്ള നിലപാടുമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ശരത് എസ് നമുക്കൊപ്പം. ശരത്, രൂപേഷ് ഇപ്പോൾ പാർട്ടി വിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ ദിവസം SNDP യോഗം പറഞ്ഞ അഭിപ്രായവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നിലവിലെന്തായാലും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്നിടയിൽ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് ഇപ്പോൾ ചേർത്തലയിൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയായ രൂപേഷ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചിരിക്കുന്നത്. രൂപേഷ് ഇപ്പോൾ ഇത്തരത്തിൽ NDAയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം വരേണ്ടതുണ്ട്. നിലവിലെന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഈ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ചേർത്തലയിൽ നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ രൂപേഷ് മത്സരിച്ചിരുന്നു, പക്ഷെ ഇത്തവണ സീറ്റ് നൽകിയില്ല. ഇതിനെ തുടർന്നാണ് അത്തരത്തിൽ രാജി നൽകിയത്. മാത്രമല്ല, യുവാക്കളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. സ്ഥിരം മുഖങ്ങളെ മാത്രമാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നത്. ഈഴവരെ തഴയുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ രൂപേഷ് എന്തായാലും ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും NDA സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിവരങ്ങൾ നൽകിയത് ശരത് എസ്.